ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം വ്ളോഗിങ് ടുഡേ ബിക്കോസ് ഐ ലവ് വ്ളോഗിങ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കണ്ടാലോ? ഇന്നത്തെ വ്ളോഗിൻ്റെ ടൈറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എ ഡേ വിത്ത് ഷൈനിയമ്മ. എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ പേരാണ് ഷൈനിയമ്മ. അപ്പോൾ നമുക്ക് മോതിരക്കണ്ണിയിലാണ് എൻ്റെ അമ്മയുടെ വീട്. അപ്പോൾ അവിടേക്ക് പോണ ഒരു വ്ളോഗാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഞാനും അമ്മയും ചേട്ടനും കാവ്യയും കൂടെയാണ് പോകുന്നത്. ഞങ്ങളൊരു 11 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി. പോകണ വഴിക്ക് നല്ല മഴയുണ്ടായിരുന്നു. ഇന്ന് ഒരു നല്ല മഴ ദിവസം ആയിട്ടാണ് തോന്നുന്നത്. കാലത്തെ തൊട്ട് മഴയുണ്ടായിരുന്നു. സോ ഈ കാണുന്നതാണ് ഇവിടെ കുണ്ടുകുഴിപ്പാടത്തെ ഒരു കുളമാണ്. ഇതൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പോകണ വഴിക്ക് നമുക്ക് ഈ കുളം കാണാം. അപ്പോൾ നമ്മൾ കുറ്റിച്ചിറ എത്തി. അപ്പോൾ ഞാൻ അച്ഛൻ്റെ കട ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഒന്ന് സൂം ചെയ്തിട്ട്. ഓക്കെ, ആ കാണുന്നതാണ് അമ്പിളി മെഡിക്കൽസ്. എനിക്ക് ശരിക്കും അങ്ങോട്ട് സൂം ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് അത് വിശദമായിട്ട് പിന്നീട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ മോതിരക്കണ്ണിയിലെത്തി. അപ്പോൾ അതേ ഷൈനിയും വെല്ലിച്ചനൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സോ ഇതാണ് മോതിരക്കണ്ണിയിലെ എൻ്റെ അമ്മയുടെ വീട്. ഇന്നപ്പോൾ തന്നെ ഞാൻ അവിടുത്തെ പൂക്കളൊക്കെ വെറുതെ ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്നും ചെല്ലുമ്പോൾ അവിടെ നോക്കാറുണ്ട്. നല്ല രീതിയിൽ അവിടുത്തെ ഫ്ലവേഴ്സൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കുകയായിരുന്നു. ഷൈനമ്മപ്പയ്ക്ക് അവിടെ ഇല വെട്ടാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും മഴ കുറഞ്ഞു, മഴയൊക്കെ മാറി. പറഞ്ഞ വയ്ക്ക് നല്ല മഴയായിരുന്നു, എന്നാലും ഭാഗ്യത്തിന് മഴയൊക്കെ മാറി. ഞാൻ നോക്കിയപ്പോൾ അവിടെ കുറേ റെഡ് കളർ ഫ്ലവേഴ്സ് കണ്ടു. എനിക്ക് റെഡ് കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് നോക്കി വീഡിയോസൊക്കെ എടുക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഒരാളെ കാണിച്ചു തരാം. അവിടുത്തെ ഡോഗിൻ്റെ പേര് ലോഗൻ എന്നാണ്. അപ്പോൾ ഇതാണ് ലോഗൻ. നല്ല വെറൈറ്റി പേരാണ് അല്ലേ? ഞങ്ങളറിയാവുന്നതുകൊണ്ട് അവൻ കുറയ്ക്കാനൊന്നുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അകത്ത് കയറി. അപ്പോൾ ഞാൻ കുറച്ച് മൊമെൻറ്റോസൊക്കെ ഷൈനിമ്മയ്ക്ക് കിട്ടിയത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ വീഡിയോ എടുത്തതാണ്. അതൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അച്ചിച്ചൻ വിശ്വനാഥൻ മാസ്റ്റർ. അവിടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. ഇതവർ ട്രിപ്പ് പോയപ്പോഴൊക്കെ എടുക്കണ കുറച്ച് പിക്ചേഴ്സാണ് കേട്ടോ. അതിങ്ങനെ വോളിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഗോൾഡ് ഫിഷ് ഉണ്ട്. രണ്ട് ഫിഷാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു, വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. ഷൈനിമ്മയ്ക്ക് ഭയങ്കര വർത്താനമാണ്. അപ്പോൾ അത് നമ്മുടെ ഷൈനിമ്മ എല്ലാവരും വർക്ക് ചെയ്ത സ്കൂളിൻ്റെ പിക്ചറാണ്. അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിച്ചു. ലഞ്ച് എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. അച്ഛൻ വരാൻ കുറച്ച് വൈകി. അപ്പോൾ അച്ഛന് കുറച്ച് കഴിഞ്ഞിട്ട് കടയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഫുഡ് കൊടുത്തു. എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്ലാൻ ഉണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അതെ, ആ കണ്ടിട്ട് എൻ്റെ വെല്ലിച്ചനും അച്ഛനൊക്കെ ഭയങ്കര വർത്താനമാണ് ഇപ്പോൾ. അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്ലാനിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഞങ്ങൾ ഇവിടെ വരുമ്പോൾ എപ്പോഴും ഇവിടെ അടുത്താണ് അതിരപ്പള്ളി ഭാഗത്തേക്ക് പോകാനായിട്ട് എളുപ്പമായിട്ട് നമുക്ക് എത്താം. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് തന്നെ പോകാമെന്ന് പ്ലാൻ ചെയ്തു. മിക്കവാറും അത് തന്നെയാണ് പ്ലാൻ ഉണ്ടാവാറ്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോവാണ്. അത് കണ്ടതാണ് തുമ്പൂർമുഴിട. അപ്പോൾ അവിടെ നിർത്തിയില്ല, അവിടെ ഇറങ്ങിയില്ല. നേരെ ഞങ്ങൾ അതിരപ്പള്ളി ഭാഗത്തേക്ക് പോയി. അപ്പം ഞാനും ചേട്ടനും അമ്മയും വല്യമ്മയും കാവ്യയാണ് ഉണ്ടായത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കാറിൽ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി അതിരപ്പള്ളി ഭാഗത്തേക്ക് പോകാമെന്ന് ചോദിച്ചു. അതിരപ്പള്ളിയിൽ ഇറങ്ങില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിരപ്പള്ളി കഴിഞ്ഞിട്ട് ചാർപ്പ ഉണ്ടല്ലോ, അവിടെ ഇറങ്ങാം. അതിരപ്പള്ളിയിൽ മിക്കവാറും കുറച്ച് ക്രൗഡഡ് ആയിരിക്കും. അപ്പം നോക്കാമെന്ന് വിചാരിച്ച് പോയി. അപ്പോൾ ഇതാണ് സിൽവർ സ്റ്റോം ഭാഗത്ത് എത്തിയിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണ്. അവിടെ സ്നോ സ്റ്റോമും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു പ്രാവശ്യം പോകണമെന്നുണ്ട് സ്നോ സ്റ്റോം, ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അതിരപ്പള്ളി എത്തി. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയില്ല. അത്യാവശ്യം തിരക്ക് നല്ല കുറവാണെന്ന് തോന്നുന്നു.
ഇന്ന് ട്യൂസ്ഡേ ആണല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ ചാർപ്പ വെള്ളച്ചാട്ടത്തിൽ അതിൻ്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ഇതാണ് അങ്ങോട്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോണ വഴിയൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്തു കേട്ടോ. വെള്ളച്ചാട്ടം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ചാർപ്പ വെള്ളച്ചാട്ടം നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു അവിടെ നിന്ന്. പിന്നെ അങ്ങനെ വെള്ളം ഇങ്ങനെ നമ്മൾ മേത്തേക്കൊക്കെ വീണ് നനയായിരുന്നു. എന്നാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയും ഷൈനിയമ്മയൊക്കെ കൂടി എല്ലാവരും ഇറങ്ങി അവിടെ കുറച്ച് നേരം നിന്ന് കണ്ടു, അവിടെ എൻജോയ് ചെയ്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഓഫ് കോഴ്സ് അവിടെ ഭയങ്കര കാറ്റും നല്ല വെള്ളമൊക്കെ ഇങ്ങനെ വരണ്ടായിരുന്നു. ഞാനും ചേട്ടനും കാവ്യയും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പം നോക്കിയപ്പോൾ ഇവരെ കാണാമല്ലേ, ഇവരാണെങ്കിൽ ഇങ്ങനെ അവിടെ ഭയങ്കര വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണ്. ആസ് യൂഷ്വൽ സിസ്റ്റേഴ്സ് ഗോസിപ്സ് അതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ ചാർപ്പയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോവാണ്. ഒരു 15 മിനിറ്റ്സൊക്കെ എടുക്കുകയുള്ളൂ വീട്ടിലേക്ക്. ഇത് അവിടെ ഉണ്ടായ കുറച്ച് മങ്കീസാണ് കേട്ടോ. അവർക്ക് ഫുഡൊക്കെ മറ്റുള്ള ട്രാവലേഴ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നീട് പോകാമെന്ന് വിചാരിച്ചു. കുറച്ചും കൂടി നേരം അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഫോട്ടോസൊക്കെ വീഡിയോസും കുറച്ചെടുത്തു. അതിനുശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് അതിരപ്പള്ളിയൊക്കെ പോയി വീട്ടിലേക്ക് പോകാനാണ്